ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. സന്ധ്യയെ കണ്ട് തിരിച്ചു വരികയായിരുന്നു അർച്ചന. നെല്ലിശ്ശേരിയിലെ കാറിലായിരുന്നു വരവ്. എന്നാൽ വഴിയരികിൽ വെച്ച് അർച്ചന ആ കാറ് തടഞ്ഞിട്ട് ഡ്രൈവറിനോട് പറയുന്നുണ്ട്, താൻ വീട്ടിലേക്ക് കാറ് കൊണ്ടുപോയിക്കോളൂ, അർച്ചന മേഡത്തിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം. എന്നിട്ട് അർച്ചനയോട് ഇറങ്ങാൻ അവന്തിക വന്ന് പറയുന്നുണ്ട്. ആ കാറ് ഡ്രൈവർ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്താണെന്ന് അർച്ചന അവന്തികയോട് ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട്, വെറുതെ ഞാൻ എന്റെ കൂട്ടുകാരി സന്ധ്യയെ വിളിച്ചപ്പോൾ ഒരു വിശേഷം പറഞ്ഞു. എന്റെ ഏതോ ഒരു കാര്യം സേതു മാധവനോട് പറയാൻ വീർപ്പുമുട്ടി നിൽക്കുകയാണ് അർച്ചന മേഡം എന്ന്. അതൊന്നറിയാൻ കാത്തു നിൽക്കുകയാണ്. അർച്ചന പറയുന്നു, ഏതോ ഒരു കാര്യമല്ല, കുറെ കാര്യങ്ങൾ. അതിൽ ഏറ്റവും അവസാനത്തേത് മാനേജറുടെ മിസ്സിംഗുമായി ബന്ധമുള്ള കാര്യം തന്നെയാണ്. അയാളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങൾ അയാളെ കൊന്നു എന്ന്. ആ കൊലപാതകവും സന്ധ്യയെ കൊല്ലാൻ നോക്കിയതടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോടും ബാക്കിയുള്ളവരോടും പറയും. നിയമത്തിന്റെ പുറകെ പോകുന്നത് രണ്ടാമത്. ആദ്യ ശിക്ഷ നെല്ലിശ്ശേരിയിൽ നിന്ന്, അത് കഴിഞ്ഞാൽ നിയമം വഴി കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ. അത് കേട്ട് പുഞ്ചിരിയുടെ അവധിക പറയുന്നുണ്ട്, അയ്വ നല്ല തന്റെ ഇടം. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ തന്റെ ഇടം ധൈര്യം കൂടിയാലും പ്രശ്നമാ. എല്ലാം ഇതുപോലെ എല്ലാവരെയും അറിയിക്കാനേ ഇടയ്ക്കിടയ്ക്ക് തോന്നും. ആ തോന്നൽ എന്നെ പോലെയുള്ളവർക്ക് അപകടമുണ്ടാക്കും. ഇതിപ്പോ എന്നെക്കാൾ കൂടുതൽ നിനക്ക് നന്നായിട്ട് അറിയാലോ. അർച്ചന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയും എന്ന് പറഞ്ഞിട്ടും ഒന്ന് ചെറുതായിട്ട് പോലും ഞാൻ ഞെട്ടാത്തതും പതറാത്തതും എന്തുകൊണ്ടാണെന്ന് അറിയോ? നീ ഒന്നും ആരോടും പറയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. അർച്ചന പറയുന്നു, എല്ലാം നഷ്ടപ്പെടുമെന്ന് ബോധ്യമായിട്ടും ഇനിയുള്ള ജീവിതം ഇരുമ്പഴിക്കുള്ളിലാവുമെന്ന് ബോധ്യമായിട്ടും ഒരു തരുമ്പിന് പോലും പേടിയില്ലാതെയുള്ള ഈ വർത്തമാനം, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, നീ പിന്നെ എന്ത് കരുതി? നിന്റെ മുന്നിൽ എല്ലാ തെറ്റുകളും കുമ്പസാരിച്ചിട്ട് ഞാനൊരു മാലാഖിയായെന്നോ? ദേഷ്യം മനസ്സിലൊളിപ്പിച്ച് സ്നേഹം നടിച്ച് നിന്റെ തോളിൽ കൈയിടുമ്പോഴൊക്കെ ആ കൈ കഴുത്തിലൂടെ ഇട്ട് മുറുകെ പിടിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ഞാൻ നന്നാവുന്നതും മര്യാദയ്ക്ക് ജീവിക്കുന്നതും ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം. അത് സന്ധ്യയെ കൊല്ലാൻ നോക്കിയതിനും മാനേജറിനെ കൊന്നതിനുമല്ല. നെല്ലിശ്ശേരിയിലെ നീ അടക്കമുള്ള എന്റെ ശത്രുക്കളെ വക വരുത്തിയിട്ട് അതിനു മുമ്പ് നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അർച്ചന പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രമാണ്. ഞാൻ ഇവിടുന്ന് നെല്ലിശ്ശേരിയിലേക്കുള്ള എത്തുന്ന ആ സമയം മാത്രമേ ഉള്ളൂ ഈ ആത്മവിശ്വാസത്തിന്. നാളെ ഈ സമയത്ത് അവന്തികയുടെ അനിയത്തി അനഘയും നെല്ലിശ്ശേരിയിൽ ഉണ്ടാവില്ല. അതാണ് എന്റെ ആത്മവിശ്വാസം. അതിനുള്ളതെല്ലാം എനിക്ക് തെളിവായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അന്നത്തെ പോലെ സന്ദർഭം മാറ്റിമറിക്കാനും ചെറിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാനും ഇനി ഞാൻ സമ്മതിക്കില്ല. അവന്തിക പറയുന്നു, അല്ല നീ പറയും എന്ന് പറയുന്നുണ്ടല്ലോ, നീ ആരോടാ ഈ പറയാൻ പോകുന്നത്? നെല്ലിശ്ശേരിയിലെ ജഡ്ജി സേതു മാധവനോടോ അതോ നിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള അയാളുടെ മക്കളോടോ? ആരോടായാലും എനിക്ക് വിരോധമൊന്നുമില്ല. നിനക്കതൊന്നും ആരോടും പറയാൻ പറ്റില്ല. കാരണം നീ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത് നെല്ലിശ്ശേരി എന്ന മരണ വീട്ടിലേക്കാ. നീ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സേതുമാധവന്റെ ശ്വാസം മുകളിലേക്ക് പോകും. അത് കേട്ട് അർച്ചന ഞെട്ടലോടെ നിൽക്കുന്നു. അവന്തിക പറയുന്നു, അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടാ ഈ ആത്മവിശ്വാസത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് സേതുമാധവന് മരുന്നെടുത്ത് കൊടുക്കുന്നതും ഇൻസുലിൻ എടുക്കുന്നതും അനഘയാണ്. അതുകൂടി കേട്ടപ്പോൾ അർച്ചനയ്ക്ക് വല്ലാത്ത ടെൻഷനായി. അനഘ സിറിഞ്ചിൽ നിറയ്ക്കുന്നതേ ഇൻസുലിൻ അല്ല, അയാളെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വിഷം. നീ എല്ലാം പറയാനായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അനക്ക് അയാളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് നീ തീരുമാനം മാറ്റണം. ഒന്നുകൂടി നീ അറിഞ്ഞോ, ആ മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെയാ. അവൻ പണ്ട് എനിക്കൊരു ബാധ്യതയായിരുന്നു. ആ ബാധ്യത ഞാൻ അങ്ങ് തീർത്തോ. എല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അർച്ചന. വീണ്ടും അവന്തിക പറയുന്നുണ്ട്, നീ ഈ കാര്യം ആരോടും പറയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. നീ എല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഏത് വിധേനയും ഞാൻ അയാളെ കൊന്നിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ, കൊല്ലുമെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ നോക്ക്, നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. എന്റെ വഴി കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. അത് നിനക്ക് പരിചയമില്ലാത്ത വഴിയാ. അതുകൊണ്ട് നീ ആലോചിക്കേ എന്ത് വേണോന്ന്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അബദ്ധം കാണിച്ച നീ സേതുമാധവനെയും മക്കളെയും കൊല്ലരുത്. എന്റെ എന്തെങ്കിലും കാര്യം അവിടെ ആരെങ്കിലും അറിയുന്ന നിമിഷം പിന്നീട് എപ്പോഴോ ചെയ്യാനിരിക്കുന്ന കാര്യം ഇപ്പൊ ചെയ്യേണ്ടി വരും. അതിന്റെ അവസാനം നിനക്ക് നല്ലൊരു പേര് കിട്ടും, വിധവയായിട്ട് അധിക സമയം നിനക്ക് ജീവിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ നിന്നെയും ഞാൻ പറഞ്ഞു വിട്ടേക്കും. അതുകൊണ്ട് എടുത്തുചാടി നീ ഒന്നും ചെയ്യല്ലേ. ഈ താലി നീ കുറച്ചു നാളും കൂടി ഇട്ടേക്കോ. എന്നാ പിന്നെ അവന്തിക എടുത്തി പോവട്ടെ. ഒരു ഓട്ടോ വിളിച്ച് പതുക്കെ അങ്ങ് വന്നാ മതി. ഇനിയിപ്പോ വെപ്രാളപ്പെട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അത്രയും പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോകുന്നു. ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് അജയ് സ്കൂട്ടറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അജയുടെ സ്കൂട്ടർ തടഞ്ഞുകൊണ്ട് വണ്ടി വന്ന് നിർത്തുകയാണ് സച്ചി കാറിൽ നിന്നും ഇറങ്ങി അജയുടെ അടുത്തേക്ക് വരുന്നു.
എന്റെ പേര് സച്ചിദാനന്ദൻ, വൃന്ദാവനം വീട്ടിലെ ദയാനന്ദൻ മാഷിന്റെ അർച്ചനയുടെ ഹസ്ബൻഡാണ്. ഇടയ്ക്കേട്ട് അജയ് തന്റെ തലയിരുന്ന ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് പറയുന്നുണ്ട്, മനസ്സിലായി, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആതിരയുടെ ചേച്ചിയുടെ ഭർത്താവ്. മുറ പറയുമ്പോൾ എന്റെ രണ്ടാമത്തെ അളിയൻ. അനിയൻ ഇറങ്ങിയാട്ടെ, ഞാൻ പറയാം എന്ന് സച്ചി. സ്കൂട്ടർ ഒതുക്കിയിട്ട് അജയ് വണ്ടിയിൽ നിന്നും ഇറങ്ങി. പരസ്പരം സംസാരിക്കുകയാണ് അവർ. സച്ചി പറയുന്നു, എനിക്ക് നിന്നോട് പറയാനുള്ളത് ആതിര ഒരു തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ആതിരയ്ക്ക് നിന്നോടും ഈ വിവാഹത്തോടും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് നീ ഇനി അവളെയോ ആ വീട്ടുകാരെയോ ശല്യം ചെയ്യരുത്. ഈ കാര്യം ഒന്ന് ഫേസ് ടു ഫേസ് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാ നേരിട്ട് വന്നത്. അജയ് പറയുന്നു, അളിയൻ എന്റെ അടുത്ത് വന്ന് ആദ്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ ഞാനതെങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്? പക്ഷേ പറ്റില്ലളിയ, അത് എന്റെ കുഴപ്പമല്ല, നമ്മൾ ആൺപിള്ളേരുടെ മുഴുവനും കുഴപ്പമാണ്. ഒരുത്തെ അസ്ഥയ്ക്ക് പിടിച്ചു പോയാൽ പിന്നെ മനസ്സിൽ നിറക്കി വിടാൻ വല്ലാത്ത പാടാ. എന്റെയും ആതിരയുടെയും വിവാഹം നിഷ്പ്രയാസം നടക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്തിനാ ഇങ്ങനൊരു മനസ്പ്രയാസം? എന്നാൽ സച്ചി പറയുന്നുണ്ട്, നിഷ്പ്രയാസം നടക്കുന്ന ഒന്നല്ല ഈ വിവാഹം. അവൾ നിന്നോട് പറഞ്ഞില്ലേ എന്റെ അനിയനുമായി അവൾ അടുപ്പത്തിലാണെന്ന്? അത് കേട്ട് അജയ് പറയുന്നുണ്ട്, ഓ അപ്പോ ഭാര്യ സഹോദരിക്ക് വേണ്ടി മാത്രമല്ല ഈ റോഡ് ഷോ, സ്വന്തം അനിയനും കൂടി വേണ്ടിയാണ് അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം. വിവാഹം തലേന്ന് വരെ ആതിര ആരെ വേണമെങ്കിലും പ്രേമിച്ചോട്ടെ, എനിക്കതിൽ യാതൊരു പരാതിയും പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് മിനിമം ഒരു പ്രേമമൊക്കെ ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടോ? അതുകൊണ്ട് അവളെ ഇനി ആരെ സ്നേഹിച്ചാലും അത് ഞാൻ അങ്ങ് സഹിച്ചു. സച്ചി പറയുന്നു, പറഞ്ഞാൽ മനസ്സിലാവുന്ന കരുതിയ നിന്നോട് ഞാനിത് നേരിട്ട് വന്ന് പറയാന്ന് കരുതിയത്. നിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കാറിലേക്ക് സച്ചി കയറാൻ തുടങ്ങിയപ്പോൾ അജയ് വീണ്ടും പറയുന്നുണ്ട്, അളിയൻ എന്തിനാ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ട് ഈ വള്ളിക്കേസൊക്കെ പിടിക്കാൻ നോക്കുന്നത്? അത് പറഞ്ഞത് സച്ചിക്ക് ഇഷ്ടമായിട്ടില്ല. അജയ് പറയുന്നു, എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊരു പ്രണയകാവ്യം പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് സ്വയം ചെറുതാവരുത്. അങ്ങനെ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് നടക്കുന്ന വെറും പെണ്ണാളനായിട്ട് മാറരുതെന്ന് അജയ് പറഞ്ഞപ്പോൾ അജയുടെ കരണത്തടിക്കുകയാണ് സച്ചി. അപ്പോൾ തന്നെ കൊടുത്തിരിക്കുന്നു. കരണത്ത് മാത്രമല്ല അടിച്ചത്, പിന്നെ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്, വാണിംഗും കൊടുക്കുന്നു. വിടളിയ എന്ന് അജയ് സച്ചിയോട് പറയുന്നു. എന്നിട്ട് അജയ് പറയുന്നുണ്ട്, എന്റെ കരണ പൊകിയുന്ന തരത്തിൽ എനിക്കൊന്നും കിട്ടിയിട്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ദേഷ്യം പോലും കാണിക്കാതിരിക്കുന്നതും എന്താണെന്നറിയോ? ഇത് ഒരു പൊതു സ്ഥലമാണ്. ദയാനന്ദൻ മാഷിന്റെ മരുമക്കൾ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കുന്നു എന്ന് അറിഞ്ഞാൽ അത് ആ വലിയ മനുഷ്യന് നാണക്കേടാ. അത് ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങോട്ട് കിട്ടിയാലും അങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, ആതിരയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. സച്ചിദാനന്ദൻ അർച്ചനെ സ്നേഹിക്കുന്നത് പോലെ ആതിരയെ അജയും സ്നേഹിക്കുന്നുണ്ട്. വിമാനത്തിൽ കൊണ്ടുപോയി താജ്മഹൽ കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. അതിനിടയിൽ കുത്തിത്തിരിപ്പ് വർത്തമാനമായിട്ട് വരാതെ അളിയൻ ചെയ്യില്ല. അത്രയും പറഞ്ഞ് സ്കൂട്ടറിൽ കയറി പോവുകയാണ് അജയ്. ശേഷം കാണിക്കുന്നത് അർച്ചന ഒരു ഓട്ടോ പിടിച്ച് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നു. വന്നത് വല്ലാത്ത ടെൻഷനോടെയാണ്. ബാക്കി പോലും ഓട്ടോക്കാരൻ്റെ വാങ്ങിക്കാൻ നിൽക്കാതെയാണ് അർച്ചന വീട്ടിലേക്ക് കയറി വന്നത്. ഇതേ സമയം അനഘ സേതുവിന് മരുന്ന് കൊടുക്കാൻ ഒരുങ്ങുകയായിരുന്നു. മരുന്നല്ല, സിറിഞ്ച് ഇൻസുലിൻ കുത്തിവെക്കാൻ ഒരുങ്ങുകയായിരുന്നു. വീട്ടിൽ തന്നെ അർച്ചന അവിടേക്ക് ഓടിയെത്തി. അനഘ മരുന്നെടുക്കുന്നത് കാണുന്നു. പെട്ടെന്ന് അനഘ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന മുറിയിലേക്ക് വന്നു. പിന്നെ അവനൊക്കെ പറഞ്ഞ ആ വാക്കുകളും ആലോചിക്കുന്നുണ്ട്. എന്താ എടുത്തി, എന്താ എന്ന് അനഘ ചോദിക്കുന്നു. എന്താ മോളെ എന്ന് സേതു. അധികം തന്നെ എന്ന് പറഞ്ഞ അർച്ചന അനഘയുടെ കയ്യിൽ നിന്നും ആ ഇൻസുലിനും മരുന്നും വാങ്ങിക്കുന്നുണ്ട്. അച്ഛൻ ഇൻസുലിൻ എടുത്തായിരുന്നു എന്ന് അർച്ചന സേതുവിനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ടില്ലെന്ന്. അവൾ എടുക്കാൻ തുടങ്ങുമായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അർച്ചന, ഒന്നുമില്ല, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു, ഇൻസുലിൻ എടുക്കുന്ന സമയമായിട്ടില്ല. അനഘ പറയുന്നു, എന്നാ എടുത്ത് തന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴി അനഘ തിരിഞ്ഞ് അർച്ചനെ ഒന്ന് നോക്കുന്നുണ്ട്. അർച്ചന ആ മരുന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, മോൾ എന്താ ആലോചിക്കുന്നതെന്ന്. ഒന്നുമില്ല അച്ഛാ എന്ന് അർച്ചന ഒന്നും നടക്കാത്ത രീതിയിൽ പറയുന്നുണ്ട്. ഇതേ സമയം മുറിയിൽ ടെൻഷനോടെ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത് കണ്ടുകൊണ്ട് അർച്ചന അവിടേക്ക് എത്തി. താൻ എവിടെ പോയിരുന്നു എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഞാനിന്ന് പുറത്തു പോയിരുന്നു. സച്ചിയുടെ നിന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. പോയി, ഇന്ന് നേരത്തെ ഇറങ്ങി. പിന്നെ ഞാൻ അജയനെ കണ്ടിരുന്നു. നമ്മൾ കരുതിയതിനേക്കാൾ ഫ്രോഡാണ് അർച്ചന അവൻ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. എന്ത് വന്നാലും അവൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ലെന്ന്. അവന്റെ സംസാരം കുറച്ച് ഓവറായപ്പോൾ അവനിട്ടൊന്ന് പൊട്ടിക്കേണ്ടിയും വന്നു എന്നെ സച്ചി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അർച്ചന നോക്കുന്നുണ്ട്. അവിടെ ഉണ്ടായ സംഭവം സച്ചി പറയുന്നു. പറഞ്ഞിട്ട് മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ, പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. അർച്ചന പറയുന്നു, എന്റെ അനിയത്തി കാരണം സച്ചിയേട്ടന്റെ മനസ്സമാധാനം കൂടി പോയി അല്ലേ? അങ്ങനെയൊന്നും അല്ല, ആതിര തന്റെ മാത്രമല്ലല്ലോ, എന്റെയും അനിയത്തിയല്ലേ. നമുക്ക് ആ വിവാഹം മുടക്കാൻ വേറെന്തെങ്കിലും വഴി നോക്കാം. അർച്ചന പറയുന്നു. സച്ചേട്ടൻ പറഞ്ഞതും ഒരു തരത്തിൽ ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമില്ലല്ലോ. ഒരു വശത്ത് ആതിരയുടെ പ്രശ്നം, മറുവശത്ത്
അവന്തിക. എന്നാൽ ആ പേര് കേട്ടതും ഞെട്ടലോടെ സച്ചി നോക്കുന്നുണ്ട്. എടുത്തിയോ, എടുത്തിക്ക് എന്താ പ്രശ്നം എന്ന് സച്ചി ചോദിക്കുന്നു. എന്താ അങ്ങനെയല്ലേ താൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ആതിരയുടെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നത് ആതിരയെയും അവന്തിക എടുത്തയല്ലേ, ആ കാര്യം പറഞ്ഞതാ. അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോ അവന്തിക എടുത്ത് അതിനെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. ആ അജയ് എന്ന് പറയുന്നവനല്ലേ കുഴപ്പം? അവൻ ആതിരയെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്നാ പറയുന്നത്. സന്ദീപുമായിട്ടുള്ള ഇഷ്ടം അവന് കുഴപ്പമില്ല എന്ന്. അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പലതവണ ഞാൻ പറയാന്ന് കരുതിയതാ. പക്ഷേ അവന്റെ സ്വഭാവം വെച്ച് അവനത് അനൂപേട്ടനെ ഒക്കെ അറിയിക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അർച്ചന പറയുന്നു, സച്ചേട്ട അയാൾ ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്തോറും അത് അപകടമാണ്. നമ്മൾ രഹസ്യമായി നടത്തിയ വിവാഹം പരസ്യമാക്കേണ്ടി വരില്ലേ? വേറെ നിവൃത്തിയില്ലെങ്കിൽ അത് ചെയ്തല്ലേ പറ്റൂ, അല്ലെങ്കിൽ തന്നെ ഇത് എത്ര കാലം മറച്ചു വെക്കും? എന്തായാലും എപ്പോഴായാലും എല്ലാവരെയും എല്ലാം അറിയിക്കണം. അത് കുറച്ച് നേരത്തെ ആയാൽ ആ ടെൻഷനും കുറഞ്ഞു കിട്ടുമെന്ന് സച്ചി പറയുന്നു. അച്ഛൻ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിന് ഇനി പ്രസക്തിയില്ല. ആതിരയാണ് സന്ദീപ് വിവാഹം കഴിച്ചതെന്ന് അച്ഛൻ അറിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്റെ കേട്ടത്തെയും മനയ്ക്കും എങ്ങനെ ചിന്തിക്കും എന്നുള്ള ഒരു വിഷയമേ ഉള്ളൂ. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ അച്ഛനോട് പറയും. നോക്കട്ടെ ആ അജയന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന്, അത് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാമെന്നും സച്ചി പറഞ്ഞപ്പോൾ ടെൻഷനോടെ അർച്ചന നിൽക്കുന്നുണ്ട്. അർച്ചനയ്ക്ക് ഈ ടെൻഷൻ മാത്രമല്ല, മറ്റൊരു ടെൻഷൻ, ഒരു വലിയ ടെൻഷൻ തന്നെയുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.